സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ഒരു ചർച്ച തെഹ്റാനിൽ നടന്നിരുന്നു. ഇസ്രായേലിന്റെ അതിക്രമങ്ങൾക്കെതിരെ ഒന്നിച്ചു നീങ്ങാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതോടൊപ്പം അറക്കപ്പ് ദോഹയിൽ പുരോഗമിക്കുന്നുണ്ട്. അതിന്റെ വാർത്തകളിലേക്കും കടക്കേണ്ടതുണ്ട്. ബന്ധം ഊഷ്മളമാക്കുക എന്നതാണ് ലക്ഷ്യം. ചൈനീസ് മധ്യസ്ഥതയിലാണ് വീണ്ടും യോഗം ചേർന്നത് സൗദി അറേബ്യയും ഇറാനും തമ്മിൽ. ടെഹ്റാനിൽ വെച്ച് നടന്ന യോഗത്തിൽ ഇസ്രായേലിന്റെ അതിക്രമങ്ങൾക്കെതിരെ രാജ്യത്തിന്റെ സംയുക്ത നിലപാടെടുക്കുകയും ചെയ്തു. സൗദിയുടെ ഇസ്രായേൽ വിഷയത്തിലെ നിലപാടിനെ ഇറാൻ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ചൈനീസ് മധ്യസ്ഥതയിൽ ബന്ധം പുനഃസ്ഥാപിച്ചപ്പോൾ തയ്യാറാക്കിയ ബീജിംഗ് കരാർ നടപ്പാക്കുന്നതിലെ പുരോഗതി ചർച്ച ചെയ്യാനായിരുന്നു യോഗം. പലസ്തീൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇസ്രായേലിനെതിരെ ഒരുമിച്ച് നീങ്ങേണ്ടതിന്റെ ആവശ്യകതയും യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. റിയാദിൽ നിന്ന് മിഷാൽ ചെർപ്പുളശ്ശേരി റിപ്പോർട്ട് ചെയ്യും. ധന്യ, പല രാഷ്ട്രീയ വിഷയങ്ങളിൽ ഭിന്നചേരിയിലായിരുന്ന സൗദിയും ഇറാനും 2 വർഷങ്ങൾക്ക് മുൻപ് ചൈനയുടെ മധ്യസ്ഥതയിൽ ചേർന്ന യോഗത്തിലാണ് ബന്ധം പുനഃസ്ഥാപിക്കാനും ഊഷ്മളമാക്കാനും തീരുമാനിച്ചത്. ബീജിംഗിലായിരുന്നു അന്നത്തെ യോഗം ചേർന്നത്. പിന്നീട് ബീജിംഗ് കരാർ എന്ന പേരിൽ ഇരു രാഷ്ട്രങ്ങളും ബന്ധം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനങ്ങളും അന്നുണ്ടായിരുന്നു. അന്നൊപ്പിട്ട കരാറിലെ നിബന്ധനകളും അതോടൊപ്പം തന്നെ പദ്ധതികളും നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യോഗം ചേർന്നിരിക്കുന്നത്. ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലാണ് യോഗം ചേർന്നത്. ഈ യോഗത്തിൽ സൗദിയുടെ വിദേശകാര്യ സഹമന്ത്രി എഞ്ചിനീയർ വാലിദ് അൽ ഖുറൈജി, അതോടൊപ്പം ചൈനീസ് വിദേശകാര്യമന്ത്രി മിയാവോ ദിയു, രാഷ്ട്രീയകാര്യ വിഷയങ്ങൾക്കുള്ള ഇറാനിയൻ വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ മജീദ് തഖ്ത് റവാഞ്ചി എന്നിവരും ഈ ഒരു യോഗത്തിൽ സംബന്ധിച്ചിട്ടുണ്ട്. മേഖലയിൽ രാഷ്ട്രീയമായി 2 ചേരിയിലാണെങ്കിലും ഇറാനുമായി മികച്ച ബന്ധത്തിലേക്ക് പോകണം എന്ന് തന്നെയാണ് സൗദിയുടെ നിലവിലുള്ള താല്പര്യം. മേഖലയിലുള്ള ഓരോ രാഷ്ട്രങ്ങളുമായും സൗദി മികച്ച ബന്ധത്തിലേക്ക് പോവുകയാണ്. മേഖലയിൽ രാഷ്ട്രീയ സ്ഥിരതയില്ലാതെ വികസന പ്രവർത്തനങ്ങളും GCC ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുടെ വികസനവും പൂർത്തിയാക്കാനാകില്ലെന്ന നിലപാടിലാണ് സൗദി അറേബ്യ ഉള്ളത്. അതിനാൽ തന്നെ പരമാവധി മേഖലയിൽ മെച്ചപ്പെട്ട ബന്ധം എല്ലാ അയൽ രാജ്യങ്ങളുമായി സൂക്ഷിക്കണമെന്നുള്ളതാണ് സൗദി നിലവിൽ സ്വീകരിക്കുന്ന പൊതുവായ പോളിസി. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇറാനുമായുള്ള ബന്ധം നിലവിൽ ഊഷ്മളമാക്കുന്നത്. കഴിഞ്ഞ വർഷം മുതൽ തന്നെ ഇറാനിൽ നിന്നും ഹജ്ജിനായി തീർത്ഥാടകർ എത്തിയിരുന്നു. ഈ വർഷം മുതൽ കൂടുതൽ തീർത്ഥാടകർ ഹജ്ജിനായി എത്തും. മേഖലയിലെ സ്ഥിരത, സുരക്ഷ, അതുപോലെ തന്നെ സമാധാനം, സാമ്പത്തിക അഭിവൃദ്ധി എന്നിവയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ഈ യോഗത്തിൽ ധാരണയിലെത്തിയിരുന്നു. ഇസ്രായേലിന്റെ ഫലസ്തീൻ, ലെബനോൻ, സിറിയ എന്നീ രാഷ്ട്രങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റത്തെ അപലപിക്കുകയും ഇസ്രായേൽ ഇതിൽ നിന്നും പിന്മാറണമെന്നും 3 രാഷ്ട്രങ്ങളും ആവശ്യപ്പെടുകയും ചെയ്തു. വിഷയത്തിൽ സൗദിയുടെയും ചൈനയുടെയും ഇസ്രായേലിനെതിരായ നിലപാടിനെ ഇറാൻ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ കൂടുതൽ സാമ്പത്തികമായ കരാറുകളിലേക്കും നടപടിക്രമങ്ങളിലേക്കും പോകും. ഇതിന് മുന്നോടിയായാണ് യോഗം ചേർന്നിരിക്കുന്നത്. ധന്യ.